പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ അനസ്തേഷ്യയ്ക്ക് പിന്നാലെ 2.5 വയസ്സുള്ള കുഞ്ഞ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ ഒരുങ്ങി കുടുംബം. നമ്മുടെ ഇപ്പം ഇതിൽ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു 3 വയസ്സ് താഴെയുള്ള ഒരു കുട്ടിക്ക് നമ്മളെല്ലാ ഡോക്ടറോടും സംസാരിക്കുമ്പോൾ അത്രയ്ക്ക് എമർജൻസി എന്തായിരുന്നു എന്നുള്ളതാണ്. അനസ്തേഷ്യ കൊടുക്കാനുള്ള ഈ ഒരു ചെറിയ കുട്ടിക്ക് അനസ്തേഷ്യ കൊടുത്ത് ചെയ്യേണ്ട എന്ത് എമർജൻസി ആയിരുന്നു, സിറ്റുവേഷൻ ആയിരുന്നു എവിടെയെന്നുള്ളതാണ് മറ്റു ഡോക്ടർമാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ കിട്ടുന്നത്. അവിടെ ഇപ്പം നമ്മളിപ്പോൾ ആദ്യം കൺസൾട്ട് ചെയ്യുന്ന പീഡിയാട്രിഷ്യൻ എന്ന് പറയുന്നത് ആര്യ അന്തർജനം എന്ന് പറയുന്ന ഡോക്ടറാണ്. അതാണ് പീഡിയാട്രിഷ്യൻ എന്ന് പറയുന്ന ഡോക്ടർ. ആ ഡോക്ടറും പിന്നെ ആരതി എന്ന് പറയുന്ന ഡോക്ടറും ആണ്. ആശ എന്ന് പറയുന്ന ഡോക്ടറും ആരതി എന്ന് പറയുന്ന ഡോക്ടറുമാണ് പീഡിയാട്രിഷ്യനും പ്ലാസ്റ്റിക് സർജൻ്റെ ഡോക്ടർമാർ ഉണ്ടായിരുന്നത്. അവർ സജസ്റ്റ് ചെയ്തതിന് ശേഷമാണ് അനസ്തേഷ്യ കൊടുക്കുന്നത്. ആ ഒരു തീരുമാനത്തിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളത് ഇപ്പം 2 ദിവസം കൊണ്ട് തന്നെ മുറിവ് പൂർണ്ണമായും ഉണങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ആ ഒരു എമർജൻസി എന്തായിരുന്നു എന്നുള്ളതും അവിടെ പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ്. ഈ സ്വാഭാവികമായിട്ടുള്ള മുറിവ് പൂർണ്ണമായിട്ട് ഉണങ്ങി ആ ഒരു കല മാത്രം ഉള്ളതുപോലെ ആണ് ഇപ്പോൾ പോലീസിൻ്റെ ഇൻറ്റിമേഷൻ കഴിഞ്ഞ കാണുമ്പം മനസ്സിലാവുന്നത് അങ്ങനെ മാത്രമാണ്. പിന്നെ അവിടെ അനസ്തേഷ്യ കൊടുക്കുന്ന സ്പോട്ടിൽ തന്നെ ഹൃദയാഘാതം സംഭവിച്ചു എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അവർ പറയുന്നത് 1000-ൽ ഒരാൾക്ക് 10,000-ൽ ഒരാൾക്കൊക്കെ ഇങ്ങനെ സംഭവിക്കാം എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അതിൻ്റെ ഒരു തരത്തിലില്ല. ഒരു പേപ്പർ ഒപ്പിട്ട് വാങ്ങി എന്നല്ലാതെ അതിൻ്റെ ഒരു സീരിയസ്നെസ്സും രക്ഷിതാക്കളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഡോക്ടർമാർ അങ്ങനെ ഒരു അനസ്തേഷ്യ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടിനെ പറ്റി ബോധവാന്മാരാക്കാൻ വേണ്ടി അവർ നിന്നില്ല എന്നാണ് രക്ഷിതാക്കളും പറയുന്നത്. അതിൽ മാനേജ്മെന്റിനും ഡോക്ടർമാർക്കും എതിരെ നടപടി ആവശ്യപ്പെട്ട് പ്രതിഷേധിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം. പയ്യന്നൂർ BMH ആശുപത്രിക്ക് മുന്നിൽ ആയിരിക്കും പ്രതിഷേധിക്കുക എന്നാണ് കുടുംബം അറിയിച്ചിരിക്കുന്നത്. രക്ഷിതാക്കളും നാട്ടുകാരും പ്രതിഷേധത്തിൽ പങ്കെടുക്കുമെന്നും വിവരമുണ്ട്. പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ എത്തിച്ച് പ്രതിഷേധിക്കുമെന്നും ബന്ധുക്കൾ പറയുന്നു. മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും സംഭവത്തിൽ കുടുംബം പരാതി നൽകി. ഉത്തരവാദികളായ മുഴുവൻ ഡോക്ടർമാർക്കെതിരെയും നടപടി വേണമെന്നാണ് ബന്ധുക്കളുടെ ആവശ്യം. അനസ്തേഷ്യ നൽകിയ സമയത്ത് തന്നെ കുഞ്ഞിന് ഹൃദയാഘാതം ഉണ്ടായെന്നാണ് ഡോക്ടർമാർ പറഞ്ഞതെന്നും കുടുംബം വ്യക്തമാക്കി. ചെറിയ മുറിവിന്റെ പേരിൽ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുന്നത് അംഗീകരിക്കാനാവില്ലെന്നും അവർ പറഞ്ഞു. 1-2 സ്റ്റിച്ച് ഇട്ടാൽ മതിയാകുമെന്നാണ് മുൻപ് കുഞ്ഞിനെ ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞത്. മറ്റു കുട്ടികൾക്ക് ഇനി ഇങ്ങനെ സംഭവിക്കരുത്. ആശുപത്രിയുടെ വിശ്വാസത്തെ ബിസിനസ് താല്പര്യങ്ങൾക്കായി ഉപയോഗിച്ചെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. മനുഷ്യത്വരഹിതമായ നടപടിയാണ് ഉണ്ടായതെന്നും അനസ്തേഷ്യ നൽകിയപ്പോൾ വീഴ്ച ഉണ്ടായോ എന്ന് ആശുപത്രി മാനേജ്മെന്റ് വ്യക്തമാക്കണമെന്നും അവർ പറഞ്ഞു. ഒറ്റപ്പെട്ട സംഭവമായി ഇതിനെ കാണാനാവില്ല. ഇപ്പോൾ കുട്ടിയുടെ മുറിവ് ഉണങ്ങിയ നിലയിലെന്നും ബന്ധുക്കൾ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. 17 വർഷത്തെ ഈവന്റ് മാനേജ്മെന്റ് രംഗത്തെ സേവനം ജനശ്രദ്ധയാകർഷിച്ച ഹൈലുക്ക് പാർട്ടി പ്ലാനറ്റ് ആൻഡ് ഈവന്റ്സ് വടക്കാഞ്ചേരിയിൽ വെഡിംഗ് കാറ്ററിംഗ് സർവീസ്, ബർത്ത്ഡേ ഡെക്കറേഷൻ, ഹൽദി പ്രോപ്പർട്ടി റെന്റൽസ്, കോർപ്പറേറ്റ് ഈവന്റ്, എക്സിബിഷൻ, ഇനോഗ്രേഷൻ, ട്രാവൽ ടൂറിസം, ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോ, ഹണിമൂൺ പാക്കേജ് എന്നിവ ഇനി ഞങ്ങളിലൂടെ ആഘോഷമാക്കാം. ഹൈലുക്ക് പാർട്ടി പ്ലാനറ്റ് ആൻഡ് ഈവന്റ്സ്, ജോസൺസ് ബിഡേ, നിയർ സെന്റ് ഫ്രാൻസിസ് ചർച്ച്, വടക്കാഞ്ചേരി, തൃശൂർ. ഫോൺ 9497558576 9745451369. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ